ഹലോ എവരിവൺ, എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. പണ്ടൊരു സ്നേഹഗായകൻ കവി പാടി നദിയും കടലും കൂട്ടുകൂടുന്ന കൂട്ടായി അഴിമുഖത്ത് ഞങ്ങൾ എത്തിയപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ചേക്കേറി തുടങ്ങി. അഴിമുഖത്തെ സായാഹ്നത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും 17 കിലോമീറ്റർ തെക്കായി ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗമാണ് കൂട്ടായി അഴിമുഖം. കൂട്ടായി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ കൂട്ടായി അഴിമുഖമെന്നും പൊന്നാനി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ പൊന്നാനി അഴിമുഖമെന്നും വിളിക്കുന്നു. ഇവ രണ്ടും മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ്. പുഴയുടെ ഓളവും കടലിലെ തിരയും ഒന്നിച്ചു കാണാൻ കഴിയുന്ന ഈ അഴിമുഖ പ്രദേശം അരിപ്പ എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ പുഴയായ ഭാരതപ്പുഴ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ നീരാടാനായി ഒഴുകുന്നത് 209 കിലോമീറ്റർ ആണ്. വെറും ഒരു നദി എന്നതിനേക്കാൾ ഭാരതപ്പുഴ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ്. പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ നിളാതീരങ്ങൾ ഏറെ പ്രശസ്തമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ മുതൽ ഈ കാലഘട്ടത്തിലെ പല ആധുനിക എഴുത്തുകാരും ഭാരതപ്പുഴയുടെ തീരത്താണ് ജനിച്ചു വളർന്നത്. നിളയുടെ തീരപ്രദേശങ്ങൾ അനവധി കഥകളാൽ സമ്പന്നമാണ്. പരിതസ്ഥിതി, സംസ്കാരം, സാഹിത്യം എന്നിവയിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന ഭാരതപ്പുഴ കേരളത്തിലെ നദികളുടെ അമ്മ എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും അമൂല്യമായൊരു ചിഹ്നമാണ് നിളാനദി. നദി കടലിൽ ലയിക്കുന്നത് കാണുന്നത് മനോഹരവും സംതൃപ്തി നൽകുന്ന ഒരു ദൃശ്യ അനുഭവമാണ്. പൊന്നാനിയിൽ നദിയുടെ നീണ്ട തീരം നിശ്ചലമായ കടലുമായി ഏകീകരിക്കുമ്പോൾ ഒരു അപൂർവ പ്രകൃതി കാഴ്ച കണ്ട ആനന്ദ അനുഭവമാണ് ലഭിക്കുന്നത്. മീൻപിടുത്തവും ചെറുകിട മത്സ്യ വിപണികളും ഇവിടെ സജീവമാണ്. പണ്ടൊരു സ്നേഹഗായകൻ കവി പാടി. മണൽ ഖനനം, ജലക്ഷാമം എന്നിവ നിളയുടെ നിലനിൽപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പ്രകൃതിദത്ത സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടത്ര പ്രാധാന്യം ഈ പ്രദേശത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും ഉത്തരം. നിളാനദിയുടെ സംരക്ഷണത്തിന് കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ കൂട്ടായി അഴിമുഖത്തിന്റെയും പൊന്നാനി പരിസരങ്ങളുടെയും ചേതോഹരമായ കാഴ്ചകൾ നമുക്ക് അന്യമാകും. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.